ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ബനാന ഫ്രൈ ഏത്തയ്ക്കാപ്പം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏത്തയ്ക്കാപ്പം എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം, കഴിച്ചു നോക്കാം. really yummy. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം, എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹായ് ഗൈസ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ബനാന ഫ്രൈ, ബനാന ഫ്രിറ്റേഴ്സ് എന്ന് പറയും. അതിന് ഞാൻ ഒരു ബനാന എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മൈദ, 1/2 കപ്പ് മൈദ, പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന കുറച്ച് റൈസ് ഫ്ലവർ ക്രിസ്പി ആകാൻ, പിന്നെ പഞ്ചസാര, ബ്രൗൺ ഷുഗർ എടുത്തേക്കുന്നത്, പിന്നെ ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം വെള്ളം. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ മാവ് തയ്യാറാക്കാൻ ഞാൻ അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുവാണ്. ഒരു നല്ല കൺസിസ്റ്റൻസി ആയിട്ട് വരണം. അതിൻ്റെ കൂടെ ഇതെല്ലാം നമ്മൾക്ക് യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാരയും അരിപ്പൊടിയും മഞ്ഞളും എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കാം. കുറച്ചുകൂടി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ നല്ലൊരു കൺസിസ്റ്റൻസി മാവ് തയ്യാറാക്കി എടുക്കാം. ഒരുപാട് ലൂസാകാനും ഒരുപാട് അങ്ങ് തിക്കാകാനും പാടില്ല മാവ്. എന്നിട്ട് നമ്മളത് 15 മിനിറ്റ് വെച്ചേക്കണം മാവ്. നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം മാവ്. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. എന്നിട്ട് ഇതിൽ നമ്മൾ ഏത്തയ്ക്ക ഓരോന്നും മുക്കി എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് 15 മിനിറ്റ് മാവ് വെച്ചേക്കണം. എന്നിട്ട് 15 മിനിറ്റ് വെച്ചിട്ട് ഈ ഓരോ ബനാന ഏത്തയ്ക്ക എടുത്ത് ഇതിനകത്ത് മുക്കിയിട്ട് ഫ്രൈ ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ അല്പം എണ്ണ എടുത്ത് ചൂടാക്കുക. പിന്നെ അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഓരോന്ന് പഴം എടുത്ത് ഫ്രൈ ചെയ്ത് ഇടണം. ഈ മാവ് നല്ലപോലെ തിളച്ച് നോക്കാം. കുറച്ച് ഇത് ഇട്ടാൽ മതി. കുറച്ച് മാവ് ആദ്യം തിളച്ച് നോക്കാം. മാവ് തിളച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. തിളച്ച് വരുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഏത്തയ്ക്ക എടുത്ത് ഓരോന്ന് മുക്കി മാവിലോട്ട് ഇടുക. എല്ലാം നല്ലതായിട്ട് കോട്ടാണ്. എന്നിട്ട് പതുക്കെ മാവിലോട്ട് മുക്കിയിടണം. ഓരോന്നെടുത്ത് മാവിലോട്ട് മുക്കിയിടുക. എല്ലാം ഏത്തയ്ക്ക മാവിലോട്ട് നല്ലപോലെ കോട്ടാണ്. എന്നിട്ട് നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് ഇടണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നമുക്കത് ഒരു സൈഡ് ബ്രൗൺ ആകുമ്പം മറ്റേ സൈഡിലോട്ട് തിരിച്ചിടാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ബനാന ഫ്രൈ റെഡിയായി വരും. ഇതൊരു സൈഡാകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക്
ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്കത് എടുക്കാവുന്നേ ഉള്ളൂ. എത്തിക്കാം. ഞാൻ ബാക്കി ഏത്തയ്ക്കയും കൂടി ഇട്ടു. ഇരിക്കുന്ന എല്ലാ ഏത്തയ്ക്കയും കൂടി ഇട്ടു. ഇനി അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്കത് കോരി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് കോരി എടുക്കണം. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് കോരി എടുത്തു. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ ബാക്കി വന്ന മാവ് നമുക്ക് ഇതുപോലെ സ്പൂണും കൊണ്ട് കോരി, ബാക്കി വന്ന മാവ് സ്പൂൺ കൊണ്ട് കോരി ചെറിയൊരു അപ്പം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും നല്ലതാണ്. കണ്ടോ, അപ്പം പോലെ നല്ലപോലെ വീർത്ത് വരുന്നുണ്ട്. അരിപ്പൊടി ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പിനെസ് കാണും ഇതിന്.